അച്ഛനെ കൊണ്ടുവന്ന് സ്വീകാര്യത്വം ഉണ്ടാക്കി ബസ് കയറ്റി വിട്ടിട്ട് മോൻ വരുന്നതാണ്. തിരിച്ചു വരും അച്ഛൻ കാണുന്ന മോർച്ചറിയിൽ മോൻ്റെ ബോഡിയാണ്. അമ്മ എന്തുകൊണ്ടാ ഈ പാട്ടൊക്കെ വെച്ച് ഈ റൂം ഇങ്ങനെ സൂക്ഷിക്കുന്നത്? എന്തുകൊണ്ടാ? എൻ്റെ മോൻ ഇവിടെ കിടക്കുന്നു. അവൻ്റെ സാമീപ്യമുണ്ട്. എങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നത്? എനിക്ക് മനസ്സിലാവണത് അവൻ്റെ ഒരു ഭസ്മത്തിന്റെ ഗന്ധം വരും, ഒരു നല്ല സ്പ്രേയുടെ മണം വരും. പിന്നെ എൻ്റെ കൈക്ക് ഈ കൈക്കുള്ളിൽ ഒരു പെട്ടെന്നൊരു തുടുപ്പ് പോലെ വരും. ഈ ഇതിലാണ് കുട്ടു വരണതും വെള്ളം കുടിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഉറപ്പായിട്ടും ഓർമ്മയുണ്ട്. ഇപ്പൊ കുട്ടു വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഫുള്ള് കത്തും. മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന ഒട്ടനവധി പേരുടെ അനുഭവങ്ങൾ അബാക് മീഡിയയിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇത് കുട്ടു എന്ന് വിളിപ്പേരുള്ള ഈ വീട്ടിലെ 19 വയസ്സുകാരൻ്റെ റൂമാണ്. കുട്ടു ഇന്ന് നമുക്കിടയിൽ ജീവിച്ചിരിക്കില്ല. പെട്ടെന്നുണ്ടായ ഒരു അസുഖം കുട്ടുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. പക്ഷേ കുട്ടുവിൻ്റെ പ്രസൻസ് ഈ വീട്ടിലുണ്ട് എന്നാണ് ഈ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ വിശ്വസിക്കുന്നത്. രാത്രി ചെറിയ സുഗന്ധമായും ചെറിയ സ്പർശനമായും ഒക്കെ കുട്ടുവിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കുട്ടുവിൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത്. സത്യത്തിൽ ഈ റൂമിൽ നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാര്യം കുട്ടു പോയിട്ട് 8 മാസമായി. കുട്ടു അവസാനം കിടന്ന ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെയാണിത്. കുട്ടു ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം അതേപടി അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴും ഈ റൂമിൽ പാട്ട് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഷൂട്ടിൻ്റെ ആവശ്യത്തിന് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്താണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടുവിന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ, കുട്ടു കഴിച്ച സ്നാക്സിൻ്റെ പാക്കറ്റുകളെല്ലാം ഈ വീട്ടിൽ അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ കഥകളാണ് ഇന്ന് അബാക് മീഡിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സൂരജിന് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഡോക്ടർ നീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സൈലത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നല്ല മാർക്കോടെ ആദ്യം KVയിലാണ് പഠിച്ചത്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ +2 വരെ KVയിലായിരുന്നു. കേന്ദ്രോത്തരം പട്ടാത്തായിരുന്നു. പിന്നെ അവന് ഞങ്ങൾ വേറെ പഠിക്കാനാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന് ലാസ്റ്റ് +2 കഴിഞ്ഞപ്പം ഡോക്ടറാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ രീതിയിൽ വിട്ടുകൊടുത്തു. പഠിക്കും, നല്ലപോലെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മോന് ഡോക്ടറാവാനാണ് പറ്റില്ല. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ മോൻ്റെ പേര് ഡോക്ടർ ചേർത്തിട്ടാണ്. ഡോക്ടർ സൂരജ് കൃഷ്ണൻ എന്ന് വെച്ച് മരണത്തിന് ശേഷം ഒന്ന് ഡോക്ടറാക്കാൻ മോൻ്റെ റൂം ഒന്ന് കാണിച്ചു തരാം. തത്താളെ മോൻ വളർത്തിരുന്നോ? തത്തകളെ മോൻ വളർത്തിരുന്നോ? മോന്റെ പേര് വിളിക്കുന്നത്, മോന്റെ സൗണ്ട്, മോന്റെ സൗണ്ടില് മോന് ഇഷ്ടമുള്ള പാട്ടാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇവിടെ പാട്ട് വെച്ചേക്കും. അവന് പാട്ടാണ് ഇഷ്ടം. അമ്മ എന്തുകൊണ്ടാ ഈ പാട്ടൊക്കെ വെച്ച് ഈ റൂം ഇങ്ങനെ സൂക്ഷിക്കുന്നത്? എന്തുകൊണ്ടാ? എന്റെ മോൻ ഇവിടെ കിടക്കുന്നു, ഞാനിവിടെ ഉണ്ടല്ലോ. അന്നത്തെ ബെഡ്ഷീറ്റ് പിന്നെ മാറ്റിയിട്ടില്ല? അയ്യോ മാറ്റിയില്ല. ഷീറ്റ് അവൻ മൂടിയ ഷീറ്റ് അവൻ ഞാൻ കഴുകിയിട്ടൂടെ ഇല്ല. കഴുകി അവൻ്റെ പോകൂലേ, അവൻ ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഈ ഡോറ് തുറന്നിട്ടില്ല. അത് മുമ്പേ അങ്ങനെ തുറന്നിട്ടിരിക്കുന്നുണ്ട്, അങ്ങനെ തുറന്നിട്ടില്ല. പിന്നെ ഫുള്ള് പാട്ട് വെച്ചിരിക്കും. പിന്നെ ഫാനിട്ടിരിക്കും. രാത്രിയിലും ഫാനിട്ട് കൊടുക്കുന്നു. ഫാനും പാട്ടും രാത്രിയിലുണ്ടോ? മോനിവിടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണോ? ഉണ്ട്. മോനെ കാണാൻ മാനസിക സ്വപ്നത്തിൽ വരാറുണ്ടോ? സ്വപ്നത്തിൽ വരാറില്ല. ഇതുവരെയ്ക്കും സ്വപ്നത്തിൽ കാണാറില്ല. പക്ഷെ അവൻ്റെ സാമീപ്യമുണ്ട്. എങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നത്? എനിക്ക് മനസ്സിലാവണത് അവൻ്റെ ഒരു ഭസ്മത്തിൻ്റെ ഗന്ധം വരും, ഒരു നല്ല സ്പ്രേയുടെ മണം വരും. പിന്നെ എൻ്റെ ഈ കൈക്കുള്ളിലൊരു പെട്ടെന്നൊരു തുടുപ്പ് പോലെ വരും. എന്ന് വെച്ചാൽ ഒരു സൂര്യഗോളം നമ്മളെ കയ്യിൽ വരുമ്പം ഒരു തോന്നും പോലെ
ഒരു ശക്തി വരുന്നുണ്ട്, പിന്നെ കാലിന് ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ എനിക്ക് അവനാണ് എന്നെ ഒരുക്കുന്നത്, അവനാണ് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരണം. ഇപ്പം ഞാൻ അവൻ പോയതോടെ ഡ്രസ്സ് കറുപ്പായി. എൻ്റെ ഹസ്ബൻഡ് കറുപ്പാണ്. ഹസ്ബൻഡ് ഇപ്പം വെജിറ്റേറിയനാണ്, ഫുൾ വെജിറ്റേറിയൻ. ഞാൻ പക്ഷേ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഇപ്പോഴും വെജിറ്റേറിയനാണ്. കറുത്ത ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കറുത്ത ഡ്രസ്സ്. മോന് പോയ ശേഷം ഈ അമ്മയ്ക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഭസ്മത്തിന്റെ സ്പ്രേയുടെ അല്ലേ, കയ്യിലെ തരിപ്പൊക്കെ. ആ സമയത്ത് മോൻ അടുത്തുണ്ടെന്ന് അറിയാം. മോനുണ്ട്. പിന്നെ ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇപ്പോഴില്ല. ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നോ? അങ്ങനെയല്ല, താഴെ എനിക്കറിയാൻ പറ്റും. പിന്നെ രാത്രി ഫ്രിഡ്ജ് തുറക്കുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കാറുണ്ട്. ഒരു 12:30 കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനുള്ള പെർമിഷൻ ഇല്ല. 12:30 വരെ ഞങ്ങൾക്ക് ടി വി കാണാം. 12:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടി വി കാണാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പുറകെ ഒന്ന് വിളിക്കുന്നത് പോലെ തോന്നും, അമ്മ എന്നൊരു വിളി തോന്നും. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ എണീറ്റ് പോകും. എൻ്റെ ഹസ്ബൻഡ് ബെറ്റ് വെച്ച് അവിടെ ഇരുന്നു. പുള്ളി ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ബെറ്റ് വെച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്കൊരു സൈക്കോളജിക്കൽ മാറ്റമാണെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞിരുന്നു. അപ്പം ഒരു ദിവസം ടി വി കണ്ടുകൊണ്ടിരുന്നത് പിറകൊന്ന് വിളിക്കുന്നു, മേശപ്പുറത്തൊന്ന് പാത്രം അനങ്ങുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഉടനെ എന്നെ ഓടി വന്ന് റൂമിലോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, പേടിച്ചില്ലേ? അപ്പം പറഞ്ഞില്ല, പേടിച്ചില്ല, എൻ്റെ മകനുണ്ടെന്ന് എനിക്കറിയാമല്ലോ, ആ ധൈര്യത്തിൽ ഞാൻ തിരിച്ചു വന്നു. അപ്പം കുറേ കഴിഞ്ഞിട്ട് പുള്ളി ഒരു സിനിമ എന്തോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ടി വി അണച്ച് വെച്ച്, ഉറപ്പായിട്ടും ടി വി അണച്ച് വെച്ച് മൊബൈലെല്ലാം ഓഫാക്കി വെച്ചിട്ടാണ് റൂമിലോട്ട് ഓടി വന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടി വി മറ്റേ ഹോം തിയേറ്ററിൽ സിനിമ ഇട്ടിരിക്കും പോലെ സൗണ്ടിൽ ടി വി ഓണായി, തന്നെത്താനെ വർക്കായി. ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ വിചാരിക്കണമെന്നറിയാം, ഞങ്ങൾക്ക് മാനസിക രോഗിയാണ് എന്ന് പറയുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തായിരുന്നു? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്യൂല. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ദൈവം ഒരു ദിവസമൊക്കെ എൻ്റെ മകൻ ഇട്ടിരുന്നതായിരുന്നു കാണിക്കാൻ. അച്ഛനൊരു ആഗ്രഹമൊന്നുമില്ലേ, എത്രയായിരുന്നാലും മകനെ അത് ഇത്ര ഇതാക്കി. അച്ഛൻ കണ്ടില്ല. അച്ഛൻ പോണേന് ശനിയാഴ്ച പോണ്, ചൊവ്വാഴ്ച മരിക്കണം. അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അച്ഛൻ കൊല്ലത്ത് KMM. അച്ഛൻ അവസാനമായിട്ട് കാണാൻ പറ്റിയില്ല. ശനിയാഴ്ച ആയിരുന്നു ഒരു ഉമ്മ കൊടുത്ത് അച്ഛനെ കൊണ്ടുവന്ന് സ്വീകാര്യത്വം ഉണ്ടാക്കി ബസ് കയറ്റി വിട്ടിട്ട് മോൻ വരുന്നതാണ്. തിരിച്ചു വരും അച്ഛൻ കാണുന്ന മോർച്ചറിയിൽ മോൻ്റെ ബോഡിയാണ്. അസുഖത്തിൻ്റെതായിട്ട് ഒരു ഇതുമില്ല, ഒരു അസുഖം വന്നിട്ടില്ല, ഒരു ഇതും വരില്ല. പെട്ടെന്ന് ഒരു ഇത് വന്നു. പെട്ടെന്ന് ബാത്റൂമിൽ പോയി. അവൻ പോയി ബാത്റൂമിൽ പോയിട്ട് കുളിച്ച് കക്കൂസിൽ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്ന സമയത്താണ് വീണത്, അവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ താഴെ എൻ്റെ ഒക്കെ പറഞ്ഞ് അമ്മ കുളിക്കാൻ കയറി, അമ്മ നമുക്ക് പോവാം, ആശുപത്രി അമ്മാമ്മയെ കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടും കയറുന്നത്. ഞാനങ്ങ് ബാത്റൂമിൽ കയറി. പക്ഷെ ഇവൻ മോൻ്റെ അനിയൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചേട്ടന് അവനൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ രാത്രി ഇന്നലെ അവൻ കരയുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. കാര്യം ലാസ്റ്റ് പോണേന് 2-3 ഒരാഴ്ചക്ക് മുന്നേ പറഞ്ഞു ഇവർ തമ്മിൽ അടി കൂടും, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അടി കൂടും. പക്ഷെ അടി കൂടിയാലും മൂത്തവൻ രഹസ്യമായിട്ട് എല്ലാം വാങ്ങിക്കൊണ്ട് ഫുഡെല്ലാം വാങ്ങിച്ചോണ്ട് കൊടുക്കും, എനിക്കും തരും, അവന് കൊച്ചവനും കൊടുക്കും. എന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ പറയും, ഇവിടെ നിനക്ക് ഞാനുമുള്ള, നിനക്ക് ഞാൻ, പക്ഷേ നീ എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ട്, നമ്മൾ സഹോദരങ്ങളാണ് എന്നുള്ള അടി കൂടുന്ന വെറുതെ എനിക്ക് വേറെ കളിക്കാനില്ലാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ ഇന്ന് ഈ ഇടയ്ക്ക് ഈ ഇളയ കുഞ്ഞ് പറയുന്നത് ചേട്ടൻ്റെ കൂടെ പോകണം, ചേട്ടനെ കളിക്കാൻ ആരുമില്ല. മകൻ ഇപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. വിശ്വാസമാണ്. സത്യം. ഈ മിഠായിയൊക്കെ ഇനി ഇവിടുന്ന് എടുത്ത് മാറ്റും, അത് അവിടെ തന്നെ വെച്ചേക്കും? ഇത് ഇനിയിപ്പോ ഇളയവൻ കഴിക്കും. ഇവിടെ എന്താണ് അവന്റെ ബാത്റൂം, ഇവിടെയാണ് അവൻ വീണ് കിടന്നത്. മോന്റെ പേര് വിളിക്കോ? ആ മോന്റെ പേര് കുട്ടു വിളിക്കും. വിളിക്കോ? കുട്ടു കുട്ടു വിളിച്ചാണ്. കുട്ടു 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 എവിടെ? കുട്ടു എവിടെ? കുട്ടു എവിടെ? കുട്ടു
അന്ന് തൊട്ട് ഇങ്ങനെ മുറിയിൽ ആര് വരുന്നെങ്കിലും പെട്ടെന്നൊരു ആകാംക്ഷയോട് കാത്തിരിക്കുവാണ്. കുട്ടു ഇപ്പോൾ വരും, കുട്ടു വരും. പക്ഷെ 4 ദിവസം കുട്ടു പോയിട്ട് 4 ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഇത്രയും ആൾക്കാർ വന്നിട്ടും ഒരു അക്ഷരം മിണ്ടാതെ ആ മൂലയിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ഇല്ല, ഇപ്പം ആള് വന്നു വേണ്ടാണ് എല്ലാം സംസാരിക്കും. കുട്ടു എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഞാൻ വന്ന് കയറുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചോദിക്കും കുട്ടു എവിടെ, അമ്മ കുട്ടു. എൻ്റെ കുട്ടുവിൻ്റെ അതേ സൗണ്ട് ഇവര് അമ്മ വിളിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് കുട്ടു വന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷെ എനിക്ക് പിന്നെ വരുമ്പോഴാണ് കുട്ടൂന്നാണ് മോനെ വിളിച്ചോണ്ട് കുട്ടു കുട്ടു. ഇപ്പൊ അമ്പലമോ ക്ഷേത്രങ്ങളിലോ വിളക്കത്തിപ്പൊന്നുമില്ല. മോൻ പോയതോടെ ദൈവങ്ങൾ വേണ്ടാന്ന് വെച്ചോ. ഈ ഫ്രിഡ്ജാണോ തുറക്കും? ഈ ഫ്രിഡ്ജ് തുറക്കും, തനിയെ തുറക്കും. പിന്നെ ഇവിടെ ലൈറ്റ് കത്തും, ഇങ്ങനെ ഫുള്ള് ലൈറ്റ് കത്തും. ഇത് അവൻ വാങ്ങിയ ഫ്രിഡ്ജാണ്. കുട്ടു വാങ്ങിയതാ? കുട്ടു വാങ്ങിയതാ. ആ ലൈറ്റ് കത്തുവോ? കുട്ടു വിളിച്ചാണ് ചിരിക്കണം, കുട്ടുവിന്റെ ചിരി. ഈ ഇതിലാണ് കുട്ടു വരണതും വെള്ളം കുടിക്കുന്നതും എല്ലാം ചെയ്യുന്നതും എല്ലാം ഉറപ്പായിട്ടും കുറവുണ്ട്. ഇപ്പൊ കുട്ടു വന്നിട്ടില്ല, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഫുള്ള് കത്തും. ഇവിടെ പൂജാമുറി ഉണ്ടല്ലോ. പൂജാമുറി ഉണ്ട്. മോൻ ഭയങ്കര ഭക്തനായിരുന്നു. ഇത് അവൻ ധരിക്കണ രുദ്രാക്ഷമാണ്. പനി വന്നാലും രുദ്രാക്ഷവും ധരിക്കുള്ളൂ. എന്ത് അസുഖം വന്നാലും രുദ്രാക്ഷം എടുത്തണിയും. പിന്നെ അവൻ കാവടി ഇപ്പൊ അതുകൊണ്ട് ഇവിടെ വിളക്ക് കത്തിക്കാറില്ല. ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ദൈവം ഇല്ലല്ലോ. ദൈവം നമ്മളെ കുട്ടുവാണ്. മൂകാംബിക അന്ന് മൂകാംബിക പോവായിരുന്നതാണ്. 7 മണിക്ക് മൂകാംബികയിലുള്ള യാത്രയായിരുന്നു. ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ ഡെയിലി എല്ലാ മാസവും പോണവരാണ് മൂകാംബിക. ഇപ്പം പൂജയും ഇല്ല, ദൈവവും അങ്ങനെ ഇരിക്കുന്നു. ദൈവത്തിനറിയട്ടെ ഞങ്ങളെ മകൻ നഷ്ടപ്പെട്ടു. കുട്ടൂന്റെ അമ്മാമ്മ കുഴപ്പമില്ല, അസുഖം മതി. അസുഖം കുറവുണ്ട്, ഇപ്പൊ സംസാരിക്കുന്നു, നടക്കാറുണ്ടൊക്കെ ചെയ്യുന്നു. ചേച്ചിയുടെ മകനായ കുട്ടുവിന് വേണ്ടി അവര് 19ാമത്തെ വയസ്സിൽ വാങ്ങിക്കൊടുത്ത വാഹനമാണ്. ഈ വാഹനം പോലും ഇവരിപ്പോൾ വിശ്വസിക്കുന്നത് അച്ഛൻ ഓടിക്കുമ്പോൾ അച്ഛനല്ല, കുട്ടു തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നാണ്. മറ്റാരും ഈ വണ്ടി ഓടിക്കുന്നത് കുട്ടുവിന് ഇഷ്ടമല്ലായിരുന്നു. കുട്ടു പോയതിനു ശേഷം ഈ വണ്ടിക്ക് ഒരുപാട് മെക്കാനിക്കൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കമ്പനിക്കാർ വന്ന് നോക്കിയിട്ടും റെഡിയാക്കാൻ പറ്റുന്നില്ല. വെറുതെ കിടക്കുന്ന ടയറ് ആരോ കാറ്റ് കുത്തിവിടുന്ന പോലെ പോകുന്നു. രാത്രിയിൽ കുട്ടു വെള്ളം കുടിക്കാൻ വരുന്നു. അതൊക്കെ ഈ അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അമ്മ അടിയുറച്ച് വിശ്വസിക്കുകയാണ് കുട്ടുവിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഹിന്ദു ആചാരപ്രകാരം കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? എന്റെ സംശയം ചോദിക്കുന്നു. ചെയ്യില്ല. പോകണ്ട. ഞങ്ങൾക്ക് കുട്ടൂന് നഷ്ടപ്പെടുന്നു, അംഗീകരിക്കാൻ പറ്റുന്നില്ല. കുട്ടു പുറത്തോടെ പഠിക്കാൻ പോയിരിക്കുന്നു എന്നുള്ള അംഗീകാരത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം അതിൻ്റെ ഇപ്പൊ ഒരു ശക്തി ഉണ്ടല്ലോ കുട്ടുവിൻ്റെ. അപ്പൊ അതിന് നമ്മൾ ജീവിക്കുന്നതല്ലേ നല്ലത്. ആ ശക്തി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതും ഇല്ലാതായപ്പോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ലല്ലോ. മകനെ രാവിലെ ഉറക്കൊണിക്കുമ്പോൾ ആദ്യം മകൻ അമ്മയെ കണി കണ്ട് എണീക്കാവും. അങ്ങനൊരു ശീലം ഉണ്ടാവും. പിന്നെ രാവിലെ ഒരു ഉമ്മ അവൻ അമ്മയൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, അതും കൊടുക്കാറുണ്ടാകും. പിന്നെ ഈ വീട് പോയിട്ടില്ല? ഇല്ല ഇല്ല. നീ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇത് ഇവിടെ മരിക്കുന്നവരെ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. കുട്ടു ഇവിടെ ഉറങ്ങണം. കുട്ടുവിനെ അങ്ങ് കൊണ്ട് ആക്കിയെങ്കിലും കുട്ടു അവിടെ ഇല്ല. കുട്ടു ഇവിടെ തന്നെ ഉണ്ട്. കുട്ടു ഇവിടെ വരുന്നു, രാവിലെ കാപ്പി കുടിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നുണ്ട്. രാവിലെ കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ടതിന് ശേഷം എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുട്ടു പോയതിനു ശേഷം ഷുഗർ BP എല്ലാം ഹൈ ആയി, രോഗിയായി മാറി. ഈ വണ്ടി ഇത് കുട്ടുവിന്റെ കള്ളാലിൽ തന്നെ ഞാൻ ഓടിക്കുന്നുണ്ട്. കുട്ടുവിന് ബുള്ളറ്റ് ഉണ്ട്. കുട്ടുവിന് 3 വണ്ടി കുട്ടുവിന്റെ പേരിൽ അച്ഛൻ കൊണ്ടുപോയി. ഡോക്ടർ സൂരജ് കൃഷ്ണൻ SR, അതാണ് കുട്ടു എന്ന് വിളിപ്പേരുള്ള അമ്മയുടെ മകൻ. MBBS ഡോക്ടർ ആവാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇലക്ട്രീഷ്യൻ കിട്ടാൻ വേണ്ടി എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കായിരുന്നു. അവിടെ നിന്നു. പക്ഷേ
എൻട്രൻസ് എഴുതാനുള്ള ഭാഗ്യം കുട്ടുവിനുണ്ടായില്ല. കുട്ടുവിൻ്റെ ഭൗതിക ശരീരം ഈ നാട്ടിൽ നിന്ന് പോയെങ്കിലും കുട്ടു ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കുട്ടു ഈ വീട്ടിലുണ്ട് എന്നാണ് ഈ കുടുംബം വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് പലതുമുണ്ട് എന്നുള്ളതാണ്. ഈ അമ്മ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ മാത്രമല്ല, അമ്മയും അച്ഛനും കുടുംബവും ഒക്കെ. എന്തിനാ ഇവിടെ വളർത്തുന്ന പക്ഷികൾക്കും കാണുന്നവർ തീരുമാനിക്കട്ടെ. അമ്മയുടെ വിശ്വാസമാണ് അവർ തീരുമാനിക്കുന്നത്.